സഭയും അവരെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടോ? ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമാണ് ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അത് രാജ്യത്തെ ഗ്രാമീണ മേഖലയ്ക്ക് കരുത്തു പകർന്നു. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. കേരളം അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങൾ കിട്ടുകയും ഒരു പഞ്ചായത്തിൽ തന്നെ 10-15 കോടി രൂപ ഒരു വർഷം ഗ്രാമീണ മേഖലകളിൽ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പായിട്ട് കിട്ടുകയും 100-ൽ കുറയാത്ത ദിവസങ്ങൾ ജോലി ചെയ്ത് വീടിനെ പുലർത്തുകയും ചെയ്ത വളരെ തൃപ്തികരമായ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് BJP ഗവൺമെന്റ് ഈ പദ്ധതിയെ അതിന്റെ ആരംഭഘട്ടം മുതൽ എതിർത്ത് വന്ന BJP ഗവൺമെന്റ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഈ പദ്ധതിയുടെ അന്തസത്ത തകർക്കുകയാണ്. ഇതിലെ രാഷ്ട്രപിതാവിന്റെ നാമധേയം തന്നെ മഹാത്മജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ പേര് തന്നെ മാറ്റുകയാണ്. അതേറെ പ്രതിഷേധാർഹമാണ്. കേവലം ഒരു പേറ്റുമാറ്റമല്ല, പദ്ധതിയുടെ എല്ലാ നയങ്ങളിലും സ്വഭാവങ്ങളിലും മാറ്റം വരുത്തുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മജി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. മോഡി സർക്കാർ പുതിയ ബില്ലിലൂടെ അട്ടിമറിച്ചു. മഹാത്മജിയുടെ രാഷ്ട്രപിതാവിന്റെ തത്വചിന്തയെ തന്നെ തകർക്കാനാണ്. ദരിദ്രരായ ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സമ്പന്നർക്ക് വേണ്ടിയാണ്, അദാനിക്കും അങ്ങനെയുള്ള പണക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് മുതലാളിമാർക്ക് കൊടുക്കുന്നു, കടങ്ങൾ എഴുതിത്തള്ളുന്നു. അതിനു പകരം തൊഴിലാളികളെ പട്ടിണിക്കിടുന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഗ്രാമസ്വരാജ്, തൊഴിൽ മാന്യത, വികേന്ദ്രീകൃത വികസനം എന്നിവയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ദർശനത്തിനാണ് ഈ പദ്ധതിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പേര് നീക്കം ചെയ്യുക മാത്രമല്ല, തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കുന്നു. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് ആർട്ടിക്കിൾ 21 പ്രകാരം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളത് ഒരു മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തിന്റെ മേൽ കടന്നുകയറ്റമാണ് പുതിയ നിയമത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് മാത്രം 2000 കോടി രൂപയുടെ ബാധ്യതയുണ്ടാകും. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഏൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്, ഘടന തന്നെ തകർക്കുകയാണ്, ആശയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും തുരങ്കം വയ്ക്കുകയാണ്. ഏറ്റവും തിരക്കേറിയ കൃഷിപ്പണിയുടെ സമയത്ത് 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന് പുതിയ ബില്ലിൽ വ്യവസ്ഥയും അത് തൊഴിലാളി വിരുദ്ധമാണ്. കേന്ദ്രം വിജ്ഞാപനം ചെയ്യുന്ന മേഖലകളിലാകണം പദ്ധതി നടപ്പാക്കേണ്ടതെന്ന അപകടകരമായ വ്യവസ്ഥ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. ആവശ്യകത അടിസ്ഥാനമാക്കി തൊഴിൽ നൽകുന്നതിന് പകരം കേന്ദ്രീകൃതമായിട്ട് നിർണയിക്കപ്പെട്ട ഒരു വിഹിത വിതരണ സംവിധാനമാക്കി ഇതിനെ മാറ്റുകയാണ്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ എംപിമാര് ദേശീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ സമരങ്ങളാണ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ കോൺഗ്രസും AICCയുടെ നിർദ്ദേശപ്രകാരം ശക്തമായ സമരങ്ങൾക്ക് KPCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുൻപിൽ ശക്തമായ സമരം നടന്നു. ജില്ലകളിലും അതുപോലെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും സമരങ്ങൾ നടന്നു. അതൊന്നും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഈ സമരങ്ങൾ ഉപകരിച്ചിട്ടില്ല. സർക്കാർ ഇപ്പോഴും അവരുടെ പിടിവാശിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മഹാത്മജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തുരങ്കം വെക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 2ാം ഘട്ട സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 13, 14 തീയതികളിൽ തിരുവനന്തപുരത്ത് ഗവർണറുടെ വസതിക്ക് മുമ്പിൽ, ലോകഭവന് മുൻപിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം 13, 14 തീയതികളിൽ ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന, പ്രവർത്തകരും പങ്കെടുക്കുന്ന 10,000ങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള രാപ്പകൽ സമരം ജനുവരി മാസം 13 രാവിലെ ആരംഭിച്ച് 14 ഉച്ചവരെയും നീളുന്ന രാപ്പകൽ സമരത്തിന് KPCC ആഹ്വാനം ചെയ്തിരിക്കുന്നു.
ആ സമരത്തിൽ കേരളത്തിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പങ്കാളിത്തവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആ സമരത്തിന്റെ വിജയത്തിനായിട്ട് മുഴുവൻ സഹപ്രവർത്തകരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാം ഘട്ട സമരം എന്ന നിലയിലാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-നും എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായിട്ട് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനത്തിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും KPCC തീരുമാനിച്ചിട്ടുണ്ട്. 13, 14 തീയതിയിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ വിജയത്തിനായിട്ട് ജില്ലകളിൽ കോൺഗ്രസിന്റെ നേതൃയോഗങ്ങൾ കഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് 13, 14-നാണ് തിരുവനന്തപുരത്ത്. അത് കേന്ദ്രീകരിച്ച പരിപാടി. അപ്പൊ ശരി, താങ്ക് യു. അതിനിപ്പോ നമ്മളുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ആളുകൾ 13-ാം തീയതി വരുന്നുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിയതിനു ശേഷമേ അതിന്റെ പ്രോസസ്സിലേക്ക് കടക്കൂ. അതൊന്നും തീരുമാനമായിട്ടില്ല. അതെല്ലാം ഹൈക്കമാൻഡും ഒക്കെ ആയിട്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങള് വ്യക്തിപരമായിട്ട് പറയാം. അതിനെ സംബന്ധിച്ചൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കമ്മിറ്റി കൊടുക്കും. ആർക്കാണ് ആരോപണം ഉന്നയിക്കാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? BJP ആരെയാണ് സംരക്ഷിക്കുന്നത്? യഥാർത്ഥ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് BJP മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന്. എല്ലാവർക്കും അറിയാലോ. അത് അവരുടെ രാഷ്ട്രീയ ശത്രു കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ മേലെ. BJPയെ ഇന്ത്യ രാജ്യത്ത് എതിർക്കുന്ന കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവഹേളിക്കാൻ എന്തെല്ലാം ചെയ്തു? നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാർഗേജിയും പ്രതി ചേർത്തത് ഇപ്പൊ കോടതി തന്നെ റദ്ദാക്കിയില്ലേ? അപ്പൊ അവരുടെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യം നടപ്പാവില്ല. ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. വളരെ വ്യക്തമല്ലേ? കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മലയാള ഭാഷാ ബില്ലിനെതിരെ പോലും ഇന്നും അതായത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കത്തയക്കുന്ന രീതിയിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നതാണ്. കാസർഗോഡ് അടക്കം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടൊരു കത്തയച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കരുത് മലയാള ഭാഷാ ബില്ല് നടക്കുന്നത്. KPCCയുടെ നിലപാടെന്താ? ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ കേട്ടു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും കാസർഗോഡിന്റെ MP എന്ന നിലയിൽ ഉയർത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ പരിശോധിക്കും. അതിന്റെ അവിടുത്തെ വികാരം ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമ്മളുടെ കേരള സംസ്ഥാനത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂടി വികാരങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിക്കും, പരിശോധിക്കും. ശരി, താങ്ക്സ്. ബാലനെ തിരുത്തിയിട്ടുണ്ടല്ലോ. ഗോവിന്ദ മാഷ് തന്നെ തിരുത്തിയില്ലേ? ബാലൻ എന്തെല്ലാം പറഞ്ഞു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം ഈനാം വേലിയും മരപ്പട്ടിയായിരിക്കും എന്ന് പറഞ്ഞ ബാലനല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി ആശയം കുഴപ്പത്തില്ല. ഈ കൊച്ചി മേയർ സഭ സഹായിച്ചാണ് മേയറാക്കിയതെന്നുള്ളൊരു പരാമർശം. സഭയും അവരെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടോ?